നമസ്കാരം. വൈറ്റ് ഹൌസിന്റെ രഹസ്യ ഇടനാഴികളിൽ രൂപപ്പെട്ടത് ലോകത്തെ ചാരമാക്കാൻ ശേഷിയുള്ള ഒരു തീരുമാനമായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ട്രംപും ഇറാന്റെ ആണവ നിലയങ്ങളും തമ്മിലുള്ള പോരാട്ടം വെറും ഒരു വാക്കേറ്റമായിരുന്നില്ല, ഒരു ആണവ യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരുന്നു എന്ന് മുൻ CIA ഉദ്യോഗസ്ഥൻ ലാരി സി ജോൺസൺ വെളിപ്പെടുത്തുമ്പോൾ ലോകം അത് ഞെട്ടലോടെയും ആശങ്കയോടെയുമാണ് കേൾക്കുന്നത്. സൈനിക നേതൃത്വത്തെ പോലും മുൾമുനയിൽ നിർത്തിയ ആ നിർണായക നിമിഷങ്ങളിൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കാം സംഭവിച്ചത്? അമേരിക്കൻ ഭരണകൂടത്തിനുള്ള രഹസ്യ നീക്കങ്ങൾ എന്തായിരിക്കാം? എന്തായാലും ലാരി സി ജോൺസൺ ഉന്നയിച്ച അവകാശവാദങ്ങൾ അനുസരിച്ച് ഇറാനെതിരായ സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് അത്യന്തം കടുത്ത നടപടികൾ പരിഗണിച്ചിരുന്നു എന്നാണ്. അതിൽ പ്രധാനം ആണവായുധം പ്രയോഗിച്ച ചർച്ച. അതായത് ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ടത് മറ്റൊന്നും ആയിരുന്നില്ല, ആണവായുധം പ്രയോഗിക്കാൻ, അതായത് ആണവായുധം ഉപയോഗിക്കാം എന്നുള്ള ചർച്ച വരെ എത്തിയെന്നാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് നിർണായകമായ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ട്രംപ് ആണവ കോഡുകൾ ഉപയോഗിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നും, എന്നാൽ അമേരിക്കൻ സൈനിക നേതൃത്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അത് ശക്തമായി എതിർത്തു എന്നുമായിരുന്നു ആരോപണം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ജോയിന്റ് ചീഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ട്രംപിന്റെ നീക്കത്തെ തടയിട്ടു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായും ലോകശ്രദ്ധ പിടിച്ചുപറ്റും. കാരണം ആണവായുധ പ്രയോഗം വെറുമൊരു സൈനിക നടപടിയല്ല, അത് മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ തീരുമാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അത്തരം നിർദ്ദേശം എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കാൻ പാടില്ല. അതൊരു വിവാദമാവുകയും ചെയ്യും. എന്തായാലും ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനിൽ വീണുപോയ അമേരിക്കൻ വിമാനങ്ങളിലെ പൈലറ്റുമാരെ രക്ഷപ്പെടുത്താനുള്ള അതീവ സങ്കീർണ ദൗത്യത്തിനിടെ ട്രംപിനെ സിറ്റുവേഷൻ റൂമിൽ നിന്നും താൽക്കാലികമായി മാറ്റി എന്ന മറ്റൊരു വിവരം കൂടിയാണ് പുറത്തുവരുന്നത്. അതായത് വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂം എന്ന് പറയുന്നത് സാധാരണ ഒരു സംവിധാനമല്ല, മറിച്ച് അതെന്താണെന്ന് വെച്ചാൽ ദേശീയ സുരക്ഷാ പ്രതിസന്ധികളുടെ സമയത്ത് തന്നെ പ്രസിഡന്റ്, സൈനിക മേധാവികൾ, രഹസ്യാന്വേഷണ തലവന്മാർ എന്നിവർ ചേർന്ന് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പൊ ഇത്തരം ഒരു സ്ഥലത്ത് നിന്നും പ്രസിഡന്റിനെ മാറ്റി എന്ന വാദം ശരിയാണെങ്കിൽ, അതായത് ട്രംപിനെ മാറ്റി എന്നത് ശരിയാണെങ്കിൽ, അത് ഭരണ സംവിധാനത്തിനുള്ളിലെ അസാധാരണമായ അവസ്ഥയാണ് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കാം എന്ന്, അതായത് അത് അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള ഉത്തരം മറ്റൊന്നുമല്ല, അതിവേഗത്തിൽ തീരുമാനങ്ങൾ ആവശ്യമായ രക്ഷാ ദൗത്യത്തിനിടെ അനാവശ്യമായ ഇടപെടലുകളും പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ആശങ്ക ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. പക്ഷെ ഇത് ഭരണനിർണായകമായ തീരുമാനങ്ങൾ, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അത്യാവശ്യമായ ഒരു കാര്യത്തിൽ നടപടി എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളാകട്ടെ അത് ഒരു പക്വതയില്ലായ്മത്തെ എടുത്തുചാട്ടം കൂടെയുള്ള തീരുമാനങ്ങളായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഫലം ഉണ്ടാക്കി തരും എന്നുള്ള ഒരു കണക്കുകൂട്ടലോടെയാണ് സ്വാഭാവികമായിരുന്നത് ട്രംപിനെ ആ റൂമിൽ നിന്നും ഒഴിവാക്കിയത്. അതായത് ട്രംപിന്റെ അസ്ഥിരമായ സ്വഭാവം കാരണം പല സുപ്രധാന വിവരങ്ങളും അദ്ദേഹത്തിൽ നിന്ന് മനഃപൂർവ്വം മറച്ചുവെക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരായി എന്നാണ് ഒരു ഭാഗം ആളുകൾ പറയുന്നത്. ഇവിടെയുള്ള ഒരു വലിയ ചിത്രം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഭരണരീതിയും സൈനിക കമാൻഡർ സംവിധാനവുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് സായുധ സേനയുടെ സുപ്രീം കമാൻഡർ ആയിരുന്നാലും നിർണായകമായ സൈനിക തീരുമാനങ്ങൾ പല തലങ്ങളിലൂടെയാണ് കടന്നുപോയി നടപ്പിലാക്കുന്നത്. അപ്പോൾ നിയമപരമായ പ്രക്രിയകൾ, സൈനിക ഉപദേശം, രഹസ്യാന്വേഷണ വിലയിരുത്തലുകൾ, അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ, ഇവയെല്ലാം തന്നെ പരിഗണിക്കും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ താല്പര്യം മാത്രം കൊണ്ട് അതീവ ഗുരുതര നടപടികൾ ഉടൻ നടപ്പാകില്ല. ഈ സംവിധാനം പലപ്പോഴും പ്രതിസന്ധികളും സുരക്ഷാ വലയവുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സംഘർഷ കാലത്ത് സിവിൽ മിലിറ്ററി ബന്ധങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മറ്റൊരു കാരണവശാലും ശക്തമായി, അതായത് വേറൊരു രീതിയിലും ഇത് തമ്മിലുള്ള തീരുമാനങ്ങൾ ശക്തമായി വന്നു. 2026 ഏപ്രിൽ യുദ്ധത്തിന്റെ മധ്യത്തിൽ തന്നെ അമേരിക്കൻ കരസേന മേധാവിയായ ജനറൽ റാൻഡി ജോർജിനോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ട് ചർച്ചയായിരുന്നു. പ്രസിഡന്റിന്റെ രാഷ്ട്രീയമായ അജണ്ടയുമായി കൂടുതൽ യോജിക്കുന്ന സൈനിക നേതൃത്വത്തെ രൂപപ്പെടുത്താനാണ് ഈ നീക്കമെന്ന് മുൻ ഭരണകൂടവുമായി അടുപ്പമുള്ളവരെ മാറ്റി നിർത്താനുള്ള ശ്രമമാണ് എന്നാണ് പൊതുവെ ഉണ്ടായിരുന്ന വിലയിരുത്തലുകൾ. എന്തായാലും ഔദ്യോഗിക വിശദീകരണങ്ങൾ വ്യത്യസ്തമായിരുന്നാലും യുദ്ധസമയത്ത് ഉയർന്ന ഈ നേതൃമാറ്റ ചർച്ചകൾ ഭരണകൂടവും സൈനിക സ്ഥാപനങ്ങളും തമ്മിലുള്ള വിശ്വാസ ബന്ധത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ആഴപ്പെടുത്തുകയാണ്. എന്തായാലും ട്രംപിന്റെ രാഷ്ട്രീയ ശൈലിയും ഈ വിവാദത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നുണ്ട്. അദ്ദേഹം കടുത്ത ഭാഷയിലും അപ്രതീക്ഷിതമായ നീക്കങ്ങൾ കൊണ്ടും അറിയപ്പെടുന്ന നേതാവാണ്. അതായത് പിന്തുണയ്ക്കുന്നവർക്ക് ശക്തമായ നേതൃത്വത്തിന്റെ അടയാളമാണ് എങ്കിൽ വിമർശകർക്കാട്ടെ അത് അപകടകരമായ അനിശ്ചിതത്വമാണ്.
ഇറാൻ പോലുള്ള സങ്കീർണ വിഷയങ്ങൾ ഈ ശൈലി കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു. അതിനാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഓരോ ആരോപണവും അതിവേഗം വാർത്തയാവുകയും ചെയ്യുന്നു. ഇറാൻ അമേരിക്ക ബന്ധത്തിന്റെ പശ്ചാത്തലവും നിർണായകമാണ്. വർഷങ്ങളായി ഉപരോധം, ആണവ തർക്കം, പ്രോക്സി യുദ്ധങ്ങൾ, കടൽ മേഖല സംഘർഷങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ എന്നിവയിലൂടെയുള്ള രാജ്യങ്ങളും ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. ഈ സാഹചര്യത്തിലാണ് ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൈറ്റ് ഹൗസിനുള്ള ചർച്ചയെക്കുറിച്ചും എന്ത് ചെയ്ത് സ്വാഭാവികമായും ട്രംപിനെ മാറ്റി നിർത്തിയതും. കാരണം വലിയ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിനേക്കാളും നല്ലത് ചെറിയ രീതിയിൽ ട്രംപിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറേയേറെ മാറിക്കിട്ടും എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് സൈന്യം ട്രംപിനെ ആ റൂമിൽ നിന്നും മനഃപൂർവ്വമായി മാറ്റി നിർത്തിയത്.